ഒറ്റയ്ക്കു നാഥൻ വിടുകയില്ല. സുഭാഷിതം. മറ്റുള്ളവരെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല ഗുണവിശേഷം തന്നെയാണ്. പൗലോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പ്രശംസിച്ചത് എന്താണെന്ന് 2 തെസ്സലോനിക്കർ 1:4 എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. Therefore, among God's churches, we boast about your perseverance and faith in all the persecutions and trials you are enduring. പ്രതികൂലങ്ങളിലും പീഡനങ്ങളിലും ഉറച്ചു നിന്ന തെസ്സലോനിക്ക സഭയെക്കുറിച്ച് മറ്റ് സഭകളിൽ ദൈവദാസന്മാർ പറഞ്ഞ് അവർ പ്രശംസിക്കുകയാകുന്നു. വിശ്വാസികളുടെ കൂട്ടമാണല്ലോ സഭ എന്നുള്ളത്. വിശ്വാസികൾ ഏതിലൊക്കെ പ്രശംസിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രശംസയെക്കുറിച്ച് നിരവധി നിർദ്ദേശങ്ങൾ തിരുവെഴുത്തുകളിൽ കാണാൻ കഴിയും. സ്തുതികൾക്കും അഭിമാനത്തിനും അഹങ്കാരത്തിനുമൊക്കെ ബന്ധപ്പെടുത്തി പ്രശംസ എന്ന വാക്ക് പല സന്ദർഭങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട്. യൗവനക്കാര് പ്രശംസിക്കുന്നത് അവരുടെ ശക്തിയിലാണെന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ലല്ലോ. ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എന്ന് സങ്കീർത്തനം 34:2 എഴുതിയിരിക്കുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയാണ് പ്രശംസിക്കപ്പെടുന്നത്. പ്രവാചകനായ യിരെമ്യാവ് 9:23-24 എഴുതിയിരിക്കുന്നത്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇത് ഗ്രഹിച്ചറിഞ്ഞ പൗലോസ് 1 കൊരിന്ത്യർ 1 എഴുതിയിരിക്കുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് വീണ്ടും എഴുതിയിരിക്കുന്നത്, അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും, എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല എന്ന്. വിശ്വാസികൾ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നവരാണ്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ. ത്രിയേക ദൈവത്തിൽ പ്രശംസിച്ച പൗലോസ് കർത്താവിന് വേണ്ടി കഷ്ടവും ഉപദ്രവവും സഹിക്കുന്ന സഭകളെ ഓർത്ത് പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു എന്ന് 2 തെസ്സലോനി 1:5 കാണുന്നു. യാക്കോബ് പറയുന്നത് എളിമയിൽ പ്രശംസിക്കട്ടെ എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശംസ ഏതിലാണെന്ന് ചിന്തിച്ച് എബ്രായർ 3:6 പറഞ്ഞിരിക്കുന്നത് പോലെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം പിടിച്ചുകൊണ്ട് സകല സ്തുതിക്കും പ്രശംസയ്ക്കും യോഗ്യനായ കർത്താവിൽ സമർപ്പിക്കാം. God bless you all with these words.